2025-26 വർഷത്തെ അഡ്മിഷൻസ് എല്ലാ കോളേജുകളിലും ഓപ്പൺ ആയിട്ടുണ്ട്. നിലവിൽ കേരളത്തിലെ CBSEയുടെ എക്സാം നടന്നുകൊണ്ടിരിക്കുന്നു, സ്റ്റേറ്റിന്റെ എക്സാം തീർന്നുകൊണ്ടിരിക്കുന്നു, ICSE എല്ലാം അതിന്റെ എൻഡിങ്ങിലോട്ടാണ് നിൽക്കുന്നത്. സോ ഒരുപാട് കുട്ടികൾ ഇപ്പം അഡ്മിഷൻസിന്റെ കാര്യത്തിനും അതേപോലെ തന്നെ കോളേജുകളിലെയും കോഴ്സിന്റെ ഡൗട്ടിനും ഒക്കെ ആയിട്ട് കോൺടാക്ട് ചെയ്യാറുണ്ട്. നമ്മുടെ ഓഫീസിലും നമ്മളെ അല്ലാതെ നമ്പറിലും ഒക്കെ ആയിട്ട് ഒരുപാട് പേര് കോൺടാക്ട് ചെയ്യുന്നുണ്ട്. ഇവരുടെ എല്ലാം പൊതുവായിട്ടുള്ള ഒരു സംശയം അല്ലെങ്കിൽ എല്ലാവരും ചോദിക്കുന്നത് BSc നഴ്സിംഗിനെ പറ്റിയിട്ടാണ്. BSc നഴ്സിംഗ്സിൽ അവര് ഏറ്റവും കൂടുതൽ പ്രിഫർ ചെയ്യുന്ന ലൊക്കേഷൻ ഇപ്പോൾ ബാംഗ്ലൂർ തന്നെയാണ്. സോ ബാംഗ്ലൂർ അവർ ചൂസ് ചെയ്യുന്നത് മെയിൻലി ഔട്ട്സൈഡ് പോകാമല്ലോ, അതായത് ലാംഗ്വേജിന്റെ ഒരു ഇത് കൊണ്ടും പിന്നെ ഇന്ത്യക്ക് വെളിയിലോട്ട് പോകാൻ കുറച്ചുകൂടെ പെട്ടെന്ന് ഒരു പ്രൊബബിലിറ്റി കാണിക്കുന്ന അല്ലെങ്കിൽ പെട്ടെന്ന് നമ്മൾ ഇന്ത്യക്ക് വെളിയിലോട്ട് എത്തിക്കുന്നത് ഈ ബാംഗ്ലൂരിലെ സ്റ്റഡീസ് തന്നെയാണ്. അതുകൊണ്ടാണ് ബാംഗ്ലൂർ കൂടുതലായിട്ട് എല്ലാവരും ചോദിക്കുന്നത്. സോ ബാംഗ്ലൂരിലെ BSc നഴ്സിംഗ് എടുക്കുമ്പോൾ നിങ്ങൾക്ക് സേഫ് ആയിട്ട് എടുക്കാൻ പറ്റുന്ന കോളേജുകൾ ഏതെയാണ്, അതിന്റെ പേര് മാത്രം, അതിന്റെ ജസ്റ്റ് കാര്യങ്ങൾ മാത്രം, അതിന്റെ ഒരു കാറ്റഗറി മാത്രം പറഞ്ഞ് നമ്മൾ ഇന്നത്തെ വീഡിയോ അവസാനിപ്പിക്കും. അതേപോലെ തന്നെ ഇതിനകത്ത് നിങ്ങൾക്ക് കൂടുതലായിട്ട് അറിയേണ്ട ഏതെങ്കിലും കോളേജുകളോ അല്ലെങ്കിൽ ഏതെങ്കിലും ഡീറ്റെയിലോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ നിങ്ങൾ കമന്റ് ഇടുക. അതിനനുസരിച്ച് വരും വീഡിയോകളിൽ അതിനെപ്പറ്റി ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോസും കാര്യങ്ങളും നമ്മൾ പറയുന്നതാണ്. സോ BSc നഴ്സിംഗ് ബാംഗ്ലൂർ എടുക്കുമ്പോൾ നമ്മൾ മെയിൻലി ബാംഗ്ലൂർ മാത്രമല്ല എവിടെ എടുക്കുമ്പോഴും ഞാൻ പൊതുവായിട്ട് പറയുന്ന 1-2 കാര്യങ്ങളുണ്ട്. ഇപ്പൊ ഒരാള് പോയി പഠിച്ചത് കൊണ്ട് ആ കോളേജ് ബെറ്റർ ആണെന്നോ, അതല്ല ഒരാള് പോയി പകുതി വെച്ച് നിർത്തി വെച്ചോണ്ട് ആ കോളേജ് മോശമാവുന്നോ ഒന്നുമില്ല. മെയിൻലി നമുക്ക് കുറച്ച് അഫിലിയേഷൻസ് ഉണ്ട്. അതായത് ഇന്ത്യൻ നഴ്സിംഗ് കൗൺസിലിലെ അംഗീകാരം എല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്. അതിപ്പം ഇല്ലെന്നും അത് നിർത്തലാക്കുമെന്നും ഒക്കെയുള്ളൊരു കോൺട്രവേഴ്സി നടന്നുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് മേ ബി അത് ഓൾമോസ്റ്റ് എല്ലാ കോളേജുകളും ഇപ്പൊ INC എടുത്തിട്ടുമുണ്ട്. അപ്പോൾ അതിനെപ്പറ്റി ഞാൻ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നില്ല. നിലവിൽ നമുക്ക് അതാത് സ്റ്റേറ്റിൽ ഇപ്പൊ കർണാടക ആണെന്നുണ്ടെങ്കിൽ കർണാടക നഴ്സിംഗ് കൗൺസിലിന്റെ അംഗീകാരവും അതേപോലെ തന്നെ രാജീവ് ഗാന്ധി യൂണിവേഴ്സിറ്റിയോ അല്ലെങ്കിൽ ഡീംഡ് ആണെങ്കിൽ അതിന്റെ അഫിലിയേഷൻസും, ഇത്രയാണ് മെയിൻലി വേണ്ടത്. പിന്നെ ഓൺ ഹോസ്പിറ്റൽസ് ഉള്ള കോളേജുകളുണ്ട്, മെഡിക്കൽ കോളേജുകളുണ്ട്, ഓൺ ഹോസ്പിറ്റൽസ് ഇല്ലാതെ തന്നെ ടൈപ്പിൽ ചെയ്യുന്ന ഇതുണ്ട്. അപ്പോൾ നിലവിൽ നമുക്ക് എവിടെ പഠിച്ചാലും നോർമലായിട്ട് പ്രാക്ടിക്കൽ കിട്ടുമെന്നുണ്ടെങ്കിൽ നമ്മൾ കഷ്ടപ്പെട്ട് മെഡിക്കൽ കോളേജിൽ പഠിക്കേണ്ട കാര്യമില്ലെന്നാണ് ഞാൻ എല്ലാവരോടും പറയുന്നത്. പൈസ ഉണ്ട്, നമുക്ക് അത്യാവശ്യം മാർക്കുണ്ട് എങ്കിൽ മാത്രം നമ്മൾ മെഡിക്കൽ കോളേജ് നോക്കിയാൽ മതി. അതല്ല എന്നുണ്ടെങ്കിൽ നോർമൽ കോളേജിൽ പഠിച്ചാലും നമുക്ക് അതിന് തക്കവണ്ണമുള്ള വാല്യൂം കാര്യങ്ങളും ഒക്കെ ഉണ്ട്. ഔട്ട്സൈഡ് ഇപ്പൊ ഇന്ത്യൻ നഴ്സിംഗ് ആണെന്നുണ്ടെങ്കിൽ കുട്ടികളെ ഉറപ്പായിട്ടും കൊണ്ടുപോകുന്നുണ്ട്. അതുകൊണ്ട് എന്റെ മോക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല അല്ലെങ്കിൽ എനിക്ക് മെഡിക്കൽ കോളേജിൽ പഠിക്കാൻ പറ്റിയില്ല, അത് വലിയൊരു കുറവായിട്ട് ആരും കാണരുത്. ഓക്കെ, മെഡിക്കൽ കോളേജുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് ജസ്റ്റ് ഒന്ന് പറഞ്ഞു പോവാം. ആദ്യം തന്നെ MS രാമയ്യ, അതിനുശേഷം കെമ്പഗൌഡ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് മെഡിക്കൽ സയൻസ് അഥവാ KIMS, വൈദേഹി മെഡിക്കൽ കോളേജ്, MBJ മെഡിക്കൽ കോളേജ്, ഡോക്ടർ BR അംബേദ്കർ മെഡിക്കൽ കോളേജ്, സെന്റ് ജോൺസ് മെഡിക്കൽ കോളേജ്, അതേപോലെ രാജരാജേശ്വരി മെഡിക്കൽ കോളേജ്, ആകാശ് മെഡിക്കൽ കോളേജ്, സപ്തഗിരി മെഡിക്കൽ കോളേജ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ടുള്ള, പിന്നെ ഒരു കോളേജോടെ വിട്ടുപോയി, ഈസ്റ്റ് പോയിന്റ് മെഡിക്കൽ കോളേജ്. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് വരുന്ന മെഡിക്കൽ കോളേജസ്. അതായത് BSc നഴ്സിംഗ് മലയാളി കുട്ടികൾ കൂടുതലായിട്ട് ചൂസ് ചെയ്യുന്ന മെഡിക്കൽ കോളേജസ് ഇതൊക്കെയാണ്. പിന്നെ ഹോസ്പിറ്റൽസ് ഉള്ളതും അതല്ലാത്തതുമായിട്ടുള്ള നഴ്സിംഗ് കോളേജുകളുണ്ട് സേഫ് ആയിട്ടുള്ളത്. അതിന്റെ അങ്ങനെ പേര് ജസ്റ്റ് പറഞ്ഞു പോകാം. സംരം കോളേജ് ഓഫ് നഴ്സിംഗ്, അതേപോലെ തന്നെ നമ്മുടെ കൃപാനതി ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷൻസിന്റെ കോളേജ് വരുന്നുണ്ട്, RRന്റെ വരുന്നുണ്ട്, ആചാര്യയുടെ വരുന്നുണ്ട്, അതേപോലെ തന്നെ ബാനസ്വാടി കോളേജ് ഓഫ് നഴ്സിംഗ് വരുന്നുണ്ട്, ബാംഗ്ലൂർ കോളേജ് ഓഫ് നഴ്സിംഗ് വരുന്നുണ്ട്, നാലപ്പാട് ഗ്രൂപ്പ് ഓഫ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ കോളേജ് വരുന്നുണ്ട്, അതേപോലെ തന്നെ വിജയനഗർ കോളേജ് ഓഫ് നഴ്സിംഗ് വരുന്നുണ്ട്, ജോസ്കോയുടെ കോളേജ് വരുന്നുണ്ട്, മാധുശ്രീ വരുന്നുണ്ട്, മഞ്ജുശ്രീ വരുന്നുണ്ട്. അങ്ങനെ കുറെ അധികം നഴ്സിംഗ് കോളേജുകളും ലിസ്റ്റിലുണ്ട്. പിന്നെ ഇനിയും പറയാൻ അംഗീകാരമുള്ള അഫിലിയേഷനുള്ള കോളേജുകളുണ്ട്. TJON ഉണ്ട്, ഈസ്റ്റ് വെസ്റ്റ് ഉണ്ട്, കോഷീസിന്റെ കോളേജ് വരുന്നുണ്ട്, അതേപോലെ തന്നെ നമ്മുടെ C കോളേജ് വരുന്നുണ്ട്. അങ്ങനെ കുറെ ഓപ്ഷൻസ് ഉണ്ട്. അതിനെപ്പറ്റിയൊക്കെ നിങ്ങൾക്ക് അറിയേണ്ട ഏതെങ്കിലും കോളേജ് ഉണ്ടെങ്കിലും അത് നിങ്ങൾക്ക് ഇതിനകത്ത് ലിസ്റ്റ് ചെയ്യണമെന്നാണ്. ഞാൻ ഈ പറഞ്ഞതൊക്കെ മലയാളി കുട്ടികൾ അത്യാവശ്യം കൂടുതലായിട്ട് പോകുന്ന കോളേജുകളാണ്. ഇനി അല്ലാതുള്ള മോശമായിട്ടുള്ള അതല്ലെന്നുണ്ടെങ്കിൽ അഫിലിയേഷൻസ് ഇല്ലാത്ത കോളേജുകളുണ്ട്. അതിന്റെ പേരുകളൊന്നും ഞാനൊന്നും പറയുന്നില്ല. അതിനെപ്പറ്റി കുറെ കോൺട്രവേഴ്സീസും കാര്യങ്ങളും ഒക്കെ ഉണ്ട്.
പക്ഷേ ഒരു സാധാരണപ്പെട്ട ആൾക്കാരാണ് കൂടുതലായിട്ട് ഇപ്പൊ നേഴ്സിങ്ങിനെ പറ്റി ചോദിക്കുന്നത്. അല്ലാത്തവരൊന്നെങ്കിൽ പൈസ ഉള്ളവർ ഒന്നെങ്കിൽ MBBS പറ്റിയോ അല്ലെങ്കിൽ അലൈഡ് കോഴ്സിനെ പറ്റിയോ ഒക്കെയാണ് കൂടുതൽ ചോദിക്കുന്നത്. അപ്പൊ ഒരു സാധാരണപ്പെട്ട കുടുംബത്തിന് BSc നേഴ്സിംഗ് പഠിക്കണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതിനകത്തൊന്നും അധികം ബേജാറാവേണ്ട കാര്യമില്ല. നിങ്ങളുടെ സാമ്പത്തിക സ്ഥിതി എന്താണോ, നിങ്ങൾക്ക് എത്രയാണോ സാമ്പത്തിക സ്ഥിതി പറ്റുന്നത് അത് നിങ്ങൾ ഓപ്പണായിട്ട് പറയുക. ഓപ്പണായിട്ട് നിങ്ങൾ എന്നോട് ഷെയർ ചെയ്യാണ് എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് പറ്റുന്ന രീതിയിൽ അതിനകത്തിൽ ഇത്ര ലോൺ കിട്ടും. എഡ്യൂക്കേഷൻ ലോണിനകത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതായിട്ടുള്ള കുറേ കാര്യങ്ങളുണ്ട്. അതായത് നമ്മുടെ എഡ്യൂക്കേഷൻ ലോൺ അപ്ലൈ ചെയ്യുന്ന ടൈമിൽ ഡോക്യുമെന്റ്സ് ക്ലിയർ ആയിരിക്കണം, പാൻ കാർഡ്, ആധാർ കാർഡ് ഇതെല്ലാം നീറ്റ് ആയിരിക്കണം. അതേപോലെ തന്നെ 4 ലക്ഷം രൂപ വരെയൊക്കെ മാത്രമേ നമുക്ക് എഡ്യൂക്കേഷൻ ലോണ് കിട്ടുകയുള്ളൂ. ഇത്ര ശതമാനം മാർക്ക് വേണം എന്നൊക്കെ ഉണ്ട്. അങ്ങനെ കുറെ കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം സാറ്റിസ്ഫൈ ചെയ്തിട്ട് നിങ്ങളുടെ മനസ്സിന് സന്തോഷവും നിങ്ങൾ ആഗ്രഹിക്കുന്ന എങ്ങനത്തെ ഫിനാൻഷ്യൽ ഫ്രീഡം ആണോ അത് തരുന്ന രീതിയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ അക്കാഡമിക് പ്രൊവൈഡ് ചെയ്യുന്ന രീതിയിലുള്ള ക്യാമ്പസുകളുണ്ട്. അത് ഞാൻ ഈ പറഞ്ഞ പേരുകളിലുള്ള ഓരോ ക്യാമ്പസും ഓരോ രീതിയിലാണ് അതിനകത്ത് ഡീൽ ചെയ്യുന്നത്. ആ പറഞ്ഞ കാര്യങ്ങളെല്ലാം നമ്മൾ ഇതിനകത്ത് ഡീറ്റെയിൽ ആയിട്ട് സംസാരിച്ച് നിങ്ങളെ റെഡിയാക്കും. സോ നിങ്ങൾ BSc നേഴ്സിംഗ് ബാംഗ്ലൂർ ചൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, ബാംഗ്ലൂരിന്റെ ഒരു സ്പോൺസറും ബാംഗ്ലൂരിന്റെ ഒരു കഴിവും കാര്യങ്ങളും ഒക്കെ നിങ്ങളുടെ കുട്ടികൾക്ക് കിട്ടണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രം. നിങ്ങൾക്ക് ഇതിനകത്ത് നമ്പേഴ്സ് കാര്യങ്ങൾ ലിസ്റ്റ് ചെയ്യുന്നുണ്ട്. ആ നമ്പേഴ്സിനകത്ത് നിങ്ങൾ കോണ്ടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ എങ്ങനെ നിങ്ങളുടെ താല്പര്യത്തിനും നിങ്ങളുടെ ആവശ്യത്തിനും അനുസരിച്ച് നിങ്ങളെ അധികം ബുദ്ധിമുട്ടിക്കാത്ത രീതിയിൽ ഒരു കോളേജ് സെലക്ട് ചെയ്യാം. അതേപോലെ തന്നെ എങ്ങനെയൊക്കെ മുമ്പോട്ട് പോവാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞ് നിങ്ങളെ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ ലോണിന് അസിസ്റ്റൻസും ചെയ്ത് ബാക്കി എല്ലാ സൗകര്യവും ചെയ്ത് പഠിച്ച് പാസ്സായിട്ട് നിങ്ങൾ ഇറങ്ങുന്ന വരെയുള്ള എല്ലാ കാര്യങ്ങളും ഉത്തരവാദിത്തോട് ചെയ്യാൻ ഞാനും എൻ്റെ കൂടെയുള്ള ആൾക്കാരും തയ്യാറാണ്. സോ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കോണ്ടാക്ട് ചെയ്യുക. അപ്പം ബാക്കി ഡീറ്റെയിൽസും നിങ്ങൾക്ക് താല്പര്യമുള്ള കോളേജുകളെ പറ്റി സംസാരിക്കാനും ഒക്കെ ആയിട്ട് വരും വീഡിയോകളിൽ നമുക്ക് വീണ്ടും മീറ്റ് ചെയ്യാം. നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. വീണ്ടും കാണുമ്പോഴേക്കും നന്ദി, നമസ്കാരം.